പ്രിയമുള്ളവരെ, വിനാശത്തിന്റെ ശക്തി, പിശാചുക്കളുടെ ശക്തി കൊടുമ്പിരി കൊണ്ട ദിവസമാണ് നമുക്ക് ഈ കഴിഞ്ഞ ശനിയാഴ്ച. അതുകൊണ്ടാണല്ലോ സർവമാന പത്ര വാർത്താ മാധ്യമങ്ങളിലും ഇന്നൊരു വാർത്ത നമ്മളൊക്കെ വായിച്ചില്ലേ, നമ്മുടെ പാസ്റ്റൽ കൗൺസിൽ രൂപീകരിച്ചു. സീറോ മലബാർ സഭയിൽ പാസ്റ്റൽ കൗൺസിൽ രൂപീകരിച്ചു. അങ്ങനെ കള്ളം പുറത്തായി. പാമ്പ്ലാനി പിതാവ് ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ലോക കള്ളത്തരം പച്ചയ്ക്ക് പുറത്തായേക്കാണ്. കൂക്കാട്ട് പിതാവും മറ്റ് പലരും പറഞ്ഞ പോലെ സഭയുടെ പൈശാചിക ശക്തിക്ക് ഒരല്പം കാഠിന്യം കൂടിയേക്കാം. അതൊക്കെ താൽക്കാലികമാണ്. ഈ പാസ്റ്റൽ കൗൺസിലിനൊന്നും ഒരു ശക്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുപദേശിക്കാൻ അവര് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഔദ്യോഗിക സംഘടന പോലുമല്ല. തന്നെയല്ല, ഈ പാസ്റ്റൽ കൗൺസിലിൽ വന്നേക്കണ ആൾക്കാരൊക്കെ അതിൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞവൻ ഷൈജു ആന്റണി എന്താ നമ്മുടെ സഭയ്ക്കകത്ത് ഏതെങ്കിലും വേദശം പഠിപ്പിച്ച് നടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിരൂപതയുടെ ഏതെങ്കിലും സംഘടനകളിലോ അല്ലെങ്കിൽ സൊഡാലിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനകത്തുള്ള ഒരാളും CYF-ലോ KCYM-ലോ അല്ലെങ്കിൽ നമ്മുടെ വിൻസെന്റ് പോളിലോ അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ സഭയിലോ ഏതെങ്കിലും അതിരൂപത തലത്തിലൊരു കമ്മിറ്റിയിലും വരാത്തവർ, ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താ, ഇവരുടെ ക്വാളിറ്റി എന്താ? പാമ്പ്ലാനി പിതാവ് കണ്ടേക്കണേ. ഇവര് ബോസ്കോ പിതാവിന്റെ കോലം കത്തിച്ചവർ, ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ കാല് വെട്ടുമെന്ന വീഡിയോ വഴി ഷൈജു ആന്റണി പറഞ്ഞ കാല് വെട്ടുമെന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി. ആ വീഡിയോ ലോകത്തായ അത്യാവശ്യം വിവരമുള്ളവരെ കണ്ടു. എൻ്റെ കയ്യിലും ആ വീഡിയോ ഉണ്ട്. അപ്പം അതാണ് ക്വാളിറ്റി. നമ്മുടെ മാർപ്പാപ്പയുടെ പ്രതിനിധി വന്നപ്പോൾ കുപ്പിക്കെറിഞ്ഞവർ, ഇതൊക്കെയാണ് ക്വാളിറ്റി. വേറെ എന്ത് ക്വാളിറ്റി ഉണ്ട് ഇവർക്ക് ഈ സഭയെ നയിക്കാനായിട്ട്? ലോക മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കുന്നതാണ് ഈ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവേ. എന്താവാം, ഞങ്ങളിത് ആദ്യമേ തൊട്ട് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ വിമതരുമായിട്ട് ഇങ്ങനെ ഈ കള്ളക്കളിയാണെന്ന്. ഞങ്ങൾ അറിഞ്ഞാലും അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ച് കളയായിരുന്നു. ഈ കഴിഞ്ഞ ഞങ്ങളുടെ യോഗത്തിന് പോലും ഈ അരമനയുടെ മുമ്പിൽ നടന്ന ആ ബഹുമാനപ്പെട്ട സീരി ആന്റണി പോലും ഒരു പ്രസംഗം, ഏറ്റവും നല്ല പ്രസംഗം ആ ശ്രീമതിയുടെ ആയിരുന്നു. അതിലൊരു 20 പ്രാവശ്യം തന്നെങ്കിലും ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ലാനി പിതാവേ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് ഈ പിതാക്കന്മാരെ കാണുള്ളൂ. ഒരാൾ പോലും തെറിയും ചീത്തയും പറയില്ല, കോലം കത്തിക്കില്ല, ഒരാൾ പോലും വത്തിക്കാനെ ചീത്ത പറയില്ല. ആ തങ്കച്ചൻ പേരയിൽ എന്ന് പറഞ്ഞവൻ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടില്ലേ, മാർപ്പാപ്പയെ മാത്രമല്ല മാർപ്പാപ്പയുടെ അമ്മ അതുപോലും ഞാനിപ്പോൾ പറയില്ലേ, കാരണം എൻ്റെ മാന്യത അതിനെ അനുവദിക്കുന്നില്ല. അപ്പം ആ തങ്കച്ചൻ പേരയിലിനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പം ഈ പാസ്റ്റൽ കൗൺസിലെ. എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ. ഈ പെമ്മാടിത്തരം അങ്ങോട്ട് ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. ഇതിനാർക്കും ഒന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും നിസ്സംഗതരായിട്ടിരുന്നാൽ മതിയോ, കണ്ണു മടച്ച് ഇരുട്ടും കണ്ടിരുന്നാൽ മതിയോ? ഇപ്പൊ പാതിരാത്രി വന്നേച്ചും നട്ടുച്ചേട്ടോന്ന് പറഞ്ഞാൽ അതും ശരിയാ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ നട്ടുച്ച നേരത്തും പറയും, രാത്രി ആയിട്ടൊന്നും ആരെങ്കിലും പാമ്പ്ലാനി എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയുന്ന കുറെ ആൾക്കാർ. ഇങ്ങനെ പച്ചക്കള്ളപ്പോൾ കോടതിയിൽ ഒരു അഫിഡേറ്റ് കൊടുത്തിട്ട് കണ്ടില്ലേ ആ പാമ്പ്ലാനി അവിടെ ബസിലിക്കയിൽ കേസൊന്നുമില്ല എന്നും പറഞ്ഞ്. എന്തൊരു 208/2024 കേസ്, അങ്ങനെ 5-6 കേസ് ഉണ്ടായിട്ടല്ലേ തോമസ് മങ്ങാട്ട് അച്ഛന് ആ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് കോടതിയിൽ 3 ലക്ഷം രൂപ കൊടുത്ത്, നമ്മൾ നേർച്ചപ്പണം കൊണ്ട് പോയി കൊടുത്ത് അതിനകത്ത് ആ പ്രാർത്ഥിക്കാൻ വന്നല്ലോ. ഞാനടക്കം ആ വാതിൽ ഞങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ ഞങ്ങൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് മാത്രം കയറാം, എന്നതിലാരെയും ഞങ്ങൾ കയറ്റിയില്ല. പ്രാർത്ഥിക്കാൻ അവിടെ ആർക്കും വരാം. ഞങ്ങളൊക്കെ അവിടെ പരിശുദ്ധമായ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നല്ല യാമപ്രാർത്ഥന, കൊന്തെത്തിക്കൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞങ്ങളതിനകത്ത് ഒരു ഉണ്ടുറക്കവും ഇല്ല. അത് കുറഞ്ഞുകൊണ്ടൊക്കെ ആ വരാന്തയിൽ കിടന്ന് കൊതുകടി ഉണ്ടാകും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് കൊതുക് കടിച്ചിട്ട് ഇപ്പോൾ പലരും ഒന്ന് ആസ്പത്രിയിലൊക്കെയാണ് ഞങ്ങളവിടെ കിടന്നവരൊക്കെ. ഞങ്ങൾ ആ വരാന്തയിലെ കിടപ്പൊക്കെ ഞങ്ങൾ 10-76 വയസ്സായ വളരെ ബഹുമാനപ്പെട്ട മത്തായി വർക്കി മുതിരഞ്ചി സാർ ഒരു ദിവസം പള്ളിക്കകത്ത് രാത്രി കിടന്നെന്നും പറഞ്ഞുകൊണ്ട് CCTV-യിൽ തോമസ് മങ്ങാട്ടച്ചൻ ലോകരെ അറിയിച്ച് ഷൈജു ആന്റണി ഏത് സമയത്ത് പോസ്റ്റ് ഇട്ട് ഞങ്ങളെ നാട്ടിച്ചല്ലോ. അല്ലാതെ
അതിൽ ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് പോണത്. ഞങ്ങൾ അവിടെ ഒരു തെറ്റും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കോടതിയൊക്കെ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കണേ. ഇനി 30-ാം തീയതി കോടതി വിധി വരുമ്പോൾ കണ്ടോ, ഞങ്ങളുടെ പക്ഷത്തെ ഒരു നീതി ഞങ്ങളുടെ ഭാഗത്തിൽ. ഞങ്ങൾ വല്ലതും പറയുന്നുണ്ടോ? ഈ സഭാ തീരുമാനം, ഈ മെത്രാന്മാർ തീരുമാനിച്ച, സിനഡ് തീരുമാനിച്ച, മാർപ്പാപ്പ ഒപ്പിട്ട ആ കൽപ്പന നടപ്പാക്കണം, ആ കുർബാന നടപ്പാക്കണം എന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇനി വേണ്ട, നിങ്ങൾ ഏതെങ്കിലും കുർബാന തീരുമാനപ്രകാരമുള്ള കുർബാന നടപ്പിലാക്കണം എന്ന് മാത്രമല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ വേണമെന്നോ, ഞങ്ങൾക്ക് പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി സ്ഥാനം വേണമെന്നോ, ആ പ്ലാവില കച്ചവടക്കാരൻ പറഞ്ഞ പോലെ എന്ത് ക്വാളിറ്റി ഉണ്ട് ആ പ്ലാവ്. സ്വന്തം അപ്പൻ അവർക്കൊക്കെ ഈ പ്ലാവില കച്ചവടം കൊണ്ട് നടന്നതാ. ഇപ്പം അതേ മൈക്ക് സെറ്റും സൗണ്ട്, ഇപ്പം അതിരൂപതയുടെ മുഴുവൻ മൈക്ക് സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാമല്ലോ. ഇപ്പം കിഴക്കമ്പലം പള്ളിയിലേക്ക് ചെല്ലാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സൗണ്ടൊക്കെ ഒരു വരുത്. അങ്കവാലി പള്ളിയിലും കോടിക്കണക്കിന് രൂപയൊക്കെ അടയ്ക്കെങ്കിലും ഒന്നും കേൾക്കാൻ പറ്റാത്ത രീതിയുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ആ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി, ഓ അപാര കഴിവ്, ഒടുക്കത്തെ കഴിവ്. അബ്ദുൽ നാസർ മാതിരി മാറിയിട്ടുണ്ട്. ഈ കാക്കന്മാരെയൊക്കെ പറ്റിച്ച് ഉള്ള രീതിയിലുള്ള കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ജപ്തിക്കട 1.5 കോടി രൂപയുടെ ജപ്തിക്കട മാറ്റി 1 സെന്റ് ഭൂമി വെക്കാണ്ട് എന്തില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുറകോട്ട് പോയിട്ടുള്ളൂ. ഞാനൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ നിസ്സാര കൂലിക്കാരൻ ഞാനൊക്കെ ഒരു 1000-600 രൂപ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന വളരെ പാവപ്പെട്ട ഞങ്ങളൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കിടന്ന് അനുഭവിക്കണമെന്ന് അറിയാമോ. പിതാവിന് ഇതുമല്ലോ അറിയണോ. പിതാവ് വെറുതെ ആനപ്പുറത്തിരിക്കാനുള്ള ചവിട്ടി മെതിച്ച് പൊക്കോ, കുഴപ്പമില്ല. ഇവിടെ ഈ വ്യാജരേഖ നിർമ്മിച്ച് ആ ആൽജേരി പിതാവിനെ മോശമാക്കിയപ്പോൾ ആ കേസ് ഒന്ന് പിടിക്കണമെന്ന് പിതാവ് പറഞ്ഞില്ലല്ലോ. അതിനൊന്നും അല്ലല്ലോ കുഴപ്പം. ഇവിടെ ഇപ്പം ഏകീകൃത കുർബാന, സഭയുടെ തീരുമാനപ്രകാരമുള്ള കുർബാന വേണമെന്ന് പറഞ്ഞ ആളുകളെ ജയിലിൽ അടപ്പിക്കാനുള്ള വഴിയാണ് ഈ കുൽസിത ചാണക്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും വളരെ ബഹുമാനത്തോടുകൂടിയാണ് ഞാൻ എൻ്റെ ജോസഫ് പാംബ്ലാനി പിതാവിനോട് സംസാരിച്ചിട്ടുള്ളൂ. ഇനി ഞങ്ങൾക്ക് പരിധി വിട്ടു എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ അക്രമത്തിലേക്ക് തിരിയാണ്. കാരണം തനി പിശാചായിക്ക് മാറിയേക്കാണ് പാംബ്ലാനി പിതാവ്. എന്ത് കാര്യത്തിന് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എറണാകുളത്തിൻ്റെ മണ്ണിലേക്ക് വന്നു. നമ്മൾ ഒരുപാട് കാലത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ നശിപ്പിച്ച് വെണ്ണീരിട്ട കുളമാക്കാനായിട്ട് നിങ്ങൾ എന്തായി പറയണം? ബേസിക്കായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താ? അനുസരണമല്ല, ധിക്കാരമാണ് നല്ലത്. ഈ ആധുനിക കാലത്തെ അനുസരണമല്ല നല്ലതെന്ന് പറയുന്നതല്ലേ ഈ വിമതര്? അനുസരണം വേണ്ടാന്ന്, ഇത് ആധുനിക കാലഘട്ടമാണെന്ന്. ഇതാണോ ഇത്ര ക്വാളിറ്റി? ഒരു കാരണവശാലും ഈ യോഗ്യതകളൊന്നും കത്തോലിക്കമല്ല. കത്തോലിക്ക തിരുസഭയിലേക്ക് അതിന് ഉപദേശം കൊടുക്കണമെങ്കിൽ അല്പം വിവരവും വെള്ളിയാഴ്ചയും വേദശം പഠിപ്പിച്ചും നമ്മുടെ സഭയുടെ ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ വന്നവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ മാർപ്പാപ്പേനെ ചീത്ത വിളിക്കാനും മാർപ്പാപ്പയെ വത്തിക്കാൻ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മുടെ സഭയിലിട്ട് നശിപ്പിക്കാൻ വന്ന തീർച്ചയായിട്ടും ഇതിപ്പം നിങ്ങൾക്ക് ശക്തിയാണ്. ഇപ്പം ഇരുട്ടിൻ്റെ ശക്തി വളർന്നേക്കാം. കൂക്കാട്ട് പിതാവ് പറഞ്ഞ പോലെ ഇത് താൽക്കാലികമാണ്. ശാശ്വത വിജയം ഞങ്ങളുടെ ഭാഗത്താ, പ്രകാശത്തിൻ്റെ ഭാഗത്താ. അത് വലിയ താമസമൊന്നുമില്ല. ഞങ്ങൾക്കൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ നോക്കിക്കോ, ഞങ്ങളുടെ വൻ തിരിച്ചുവരവിലേക്ക് തന്നെ ഇപ്പം നിങ്ങളുടെ ഈ ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് നമ്മുടെ ബൈബിളിലുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഒരുപാട് വളർന്നു, ആയിക്കോട്ടെ, ഞങ്ങളെ തല്ലാൻ മാത്രം ശക്തിയായി. പക്ഷേ ഇതൊക്കെ ശാശ്വതമായ പരിഹാരമല്ല എൻ്റെ പിതാവേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജയ് ക്രൈസ്റ്റ്. നമ്മുടെ വത്തിക്കാൻ വഴി നമ്മുടെ മാർപ്പാപ്പ ഇതൊക്കെ അറിയും. തീർച്ചയായിട്ടും നമുക്ക് നല്ലോണം മുന്നോട്ട് പോകാൻ കഴിയും. താൽക്കാലിക തിരിച്ചടിയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾ മരിക്കും വരെ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടും. ജയ് ക്രൈസ്റ്റ്. എല്ലാവർക്കും നന്ദി.